തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച പഴയ വരട്ടാറിൽ മാലിന്യവും ചത്ത ജന്തുക്കളെയും തള്ളുന്നതുമൂലം പ്രദേശമാകെ ദുർഗന്ധം പടരുന്നു. നാട്ടുകാർ രോഗഭീഷണിയിലാണ്. മുളന്തോട് വരട്ടാട്ടിലേക്ക് എത്തിച്ചേരുന്ന പഞ്ചായത്തിന്റെ 4-ാം വാർഡിൽ വടുതലപ്പടി ഭാഗത്തും PIP കനാൽ പാലത്തിന്റെ ഭാഗത്തും ഗവൺമെന്റ് യൂത്ത് സ്കൂളിന് സമീപവുമാണ് മാലിന്യം തള്ളുന്നത്. കോഴി മാലിന്യങ്ങൾ, അടുക്കള മാലിന്യങ്ങൾ, മത്സ്യമാലിന്യങ്ങൾ എന്നിവയും തോട്ടിൽ തള്ളിയിട്ടുണ്ട്. തോട് മാലിന്യത്തിന്റെ ഉറവിടമായി മാറിയിരിക്കുകയാണ്. മാലിന്യം ഒഴുകിപ്പോകാനുള്ള മാർഗങ്ങൾ തടസ്സം ചെയ്തതാണ് ഇതിനുള്ള പ്രധാന കാരണം. മാവേലി സ്റ്റോർ, ജനസേവന കേന്ദ്രം, ധനകാര്യ സ്ഥാപനം എന്നിവയും ഇതിനു സമീപമുണ്ട്. വിവിധ ആരാധനാലയങ്ങളിലേക്കും ഇതുവഴിയാണ് കടന്നു പോകേണ്ടത്. മൂക്കുപൊത്താതെ ഇവിടേക്ക് പോകാനോ സാധനങ്ങൾ വാങ്ങാനോ കഴിയില്ല. തോട്ടിൽ മാലിന്യം തള്ളുന്നത് കാരണം സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ തോട്ടിലെ ഊറ്റുറവയാണ് വന്നു ചേരുന്നത്. ഇത് രോഗഭീഷണി ഉയർത്തുന്നു. പ്രദേശങ്ങളിലെ കിണറുകളിലെ വെള്ളം പരിശോധിച്ചതിൽ കോളിഫോം ബാക്ടീരിയ 5 മടങ്ങ് കൂടുതലാണ്. ജലത്തിലെ pH മൂല്യവും കുറവാണ്. 2.5 പതിറ്റാണ്ടിലേറെയായി മാലിന്യം നിറഞ്ഞ് രോഗഭീഷണി ഉയർത്തി നിന്നിരുന്ന പഴയ വരട്ടാർ ജനകീയ പങ്കാളിത്തത്തോടെ നടത്തിയ വരട്ടാർ നവീകരണവുമായി ബന്ധപ്പെട്ട് 2017 തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്തും കരുണ പാലിയേറ്റീവ് സൊസൈറ്റിയും ചെയർമാനുമായിരുന്ന സജി ചെറിയാന്റെ നേതൃത്വത്തിൽ നവീകരണം നടത്തിയത്. വെള്ളത്തിൽ സൂപ്പർ ക്ലോറിനേഷനും നടത്തിയിരുന്നു. തോടിനു കുറുകെയുള്ള തൈപ്പറമ്പിൽ പടി വടുതലപ്പടി റോഡ് നിർമ്മിച്ചപ്പോൾ നീരൊഴുക്കിന് തടസ്സമായാണ് റോഡ് നിർമ്മാണം നടത്തിയത്. ഇതുകാരണം ഈ റോഡ് നിർമ്മാണവും പൂർത്തിയാക്കാൻ സാധിച്ചില്ല. എന്നാൽ ചില തൽപര കക്ഷികളുടെ പ്രത്യേക താൽപ്പര്യ കാരണത്താൽ തോട്ടിലെ ബാക്കിയുള്ള തടസ്സങ്ങൾ പൂർത്തിയാക്കാനും കഴിഞ്ഞില്ല. 65% പ്രവൃത്തി മാത്രമേ അന്ന് നടത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. നീരൊഴുക്കിന് തടസ്സമായി കുറേ തടസ്സങ്ങൾ ഇനിയും നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രദേശവാസികളുടെ സഹകരണത്തോടെ ആ തടസ്സങ്ങൾ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ പൂർണ്ണമായും നീരൊഴുക്ക് വരട്ടാറിലേക്ക് എത്തുകയുള്ളൂ. ഈ മുളന്തോട് ഒരു 30-35 വർഷത്തോളമായിട്ട് ഈ കൈവഴി മലീനസമായി രോഗാണുവാഹയായിട്ട് കിടക്കുകയായിരുന്നു. ഒരു തരത്തിലും ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സൗകര്യമില്ലായിരുന്നു. ചില കലുങ്കുകൾ കെട്ടി ആ വെള്ളത്തെ തടഞ്ഞു നിർത്തിയത് കൊണ്ടും അതുപോലെ തന്നെ വെള്ളത്തിന് തുടർന്ന് ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ അടച്ചു വെച്ചതുകൊണ്ടാണ് ഈ കൈവഴി ഇങ്ങനെ ആയിത്തീർന്നത്. പക്ഷേ ഈ കൈവഴി ഇപ്പോഴത്തെ മിനിസ്റ്ററുമായിട്ടുള്ള സജി ചെറിയാൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് ഏറ്റെടുത്ത് ഇതിനെ നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും അത് 90% പൂർത്തിയായി. എന്നാൽ ഒരു 10% കൂടി ഒരു കലുങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് തടഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമുണ്ടായിരുന്നു. ആ വിഷയം കാരണം നമുക്ക് ഈ കൈവഴിയെ കൃത്യമായി ഒഴുക്കി നീക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വരട്ടാറിൻ്റെ കൈവഴിയായിട്ടുള്ള മുളന്തോടിനെ നമുക്ക് പൂർവാധികം ശക്തിയായി ഒഴുക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വരട്ടാറിൻ്റെ കൈവഴിയായ മുളന്തോട് ഒഴുക്കുനിലച്ച് വല്ലാത്ത അവസ്ഥയിലാണ്. ഇത് കാരണം കോളിഫോം ബാക്ടീരിയകൾ 5 മടങ്ങായിട്ടുണ്ട്. രോഗവാഹിയാണ് ഇപ്പോൾ മുളന്തോട്. തോട് നവീകരിച്ച് ഒഴുക്ക് ഉറപ്പാക്കിയാലേ ഈ ഗതികേടിന് പരിഹാരമാകൂ. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.